വെള്ളിയാഴ്ച രാത്രിയാണ്. ഇന്ന മിൻ അഫ്ളി അയ്യാമികും യൗമുൽ ജുമുഅ ഫഅക്തിറൂ അലയ്യ മിനസ്സലാത്തി ഫീ. നിങ്ങളുടെ ദിവസങ്ങളിലെ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം വെള്ളിയാഴ്ചയാണ്. ഫഅക്തിറൂ അലയ്യ മിനസ്സലാത്തി ഫീ. വെള്ളിയാഴ്ചയിൽ നിങ്ങൾ എനിക്ക് സ്വലാത്തിനെ വർദ്ധിപ്പിക്കണേ. ഫഇന്ന സ്വലാത്തകും മഅറൂദത്തുൻ അലയ്യ. നിങ്ങൾ ചൊല്ലുന്ന സ്വലാത്ത് എനിക്ക് വെളിവാക്കപ്പെടുമേ. നമ്മെ കാണാൻ, മുത്ത് റസൂലുള്ളാഹിക്ക് കാണാൻ, നമ്മുടെ ശബ്ദം കേൾക്കാനുള്ള സുവർണാവസരമാണ് സ്വലാത്തിന്റെ വേള. ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും കിടക്കുമ്പോഴും ഈ വെറുതെ ഇങ്ങനെ മജ്‌ലിസിൽ ഇരിക്കുമ്പോഴും സ്വലാത്ത് ചൊല്ലുമോ? ആകാശത്തിന്റെ താഴെ ഭൂമിക്ക് മീതെ ഈ ലോകത്ത് നമ്മെ ഏറ്റവും സ്നേഹിക്കുന്ന മുഹമ്മദ് മുസ്തഫ പറ. ആകാശത്തിന്റെ അല്ലെ അള്ളാന്റെ ആകാശത്തിന്റെ താഴെ എന്നൊന്നും പറയണ്ട. പടച്ചറപ്പുല്ലിസത്തിന്റെ സൃഷ്ടിചരാചരങ്ങളിൽ അല്ല കഴിഞ്ഞാൽ പിന്നെ നമ്മളോട് ഇങ്ങോട്ട് ഏറ്റവും കരുണയുള്ള സ്നേഹമുള്ള ഒരേ ഒരാൾ മുഹമ്മദ് മുസ്തഫ തങ്ങൾ നമ്മിലേക്ക് അടുക്കണോ, നമ്മെ പുണരണോ, നമ്മെ സ്നേഹം കൊണ്ട് തഴുകണോ, നമ്മെ പരിരംഭണം ചെയ്യണോ, നമ്മെ ആശ്ലേഷിക്കണോ, നമ്മെ മുത്ത് റസൂലുള്ളാഹി ഇങ്ങോട്ട് വന്ന് ആദരിക്കണോ? സ്വല്ലു അലൻ നബിയിൽ മുസ്തഫ. ചൊല്ല് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് ഉറക്കെ ചൊല്ല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. ഉറപ്പാ ആത്മാവിങ്ങനെ ശുദ്ധിയായി വരും. വേറൊരു കാര്യം കൂടിയുണ്ട്. അബുൽ അർവാഹാണ് മുഹമ്മദ് മുസ്തഫ പറ. സയ്യിദുൽ അർവാഹാണ് മുഹമ്മദ് മുസ്തഫ. ഖായിദുൽ അർവാഹാണ് മുഹമ്മദ് മുസ്തഫ. ആത്മാവുകളുടെ പിതാവ്, ശരീരത്തിന്റെ പിതാവ് സയ്യിദുനാ അബുൽ ബശർ ആദം നബി അലൈഹിസ്സലാം ആണെങ്കിൽ ആത്മാവിന്റെ പിതാവ് മുഹമ്മദ് മുസ്തഫ പറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദറത്തിലേക്ക് ഓരോ സ്വലാത്തും ചൊല്ലുമ്പോ 10 വട്ടം അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ ഇങ്ങോട്ട് തീർന്നില്ല. 10 പ്രാവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ സലാം മടക്കുന്നു മറുഭാഗത്ത് തീർന്നില്ല. അത് മാത്രമൊന്നുമല്ല, ഓരോ സ്വലാത്തും ചൊല്ലുമ്പോ ഇദൻ തുക്ഫാ ഹമ്മകാ വതുഗ്ഫറു ദംബുകാ മുഹമ്മദ് മുസ്തഫ. ഓരോ സ്വലാത്തും ചൊല്ലുമ്പോ നിന്റെ എല്ലാ സംഗതികൾക്കും ആ സ്വലാത്ത് മതിയാകുമേ. പോരാ, നിന്റെ ദോഷം പൊറുച്ചു കിട്ടുമേ. ദോഷം പൊറുക്കുകയും ചെയ്യും. സർവമാന കാര്യങ്ങൾക്കും സ്വലാത്ത് മതിയാകും. ഓരോ സ്വലാത്തും ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോ നിന്റെ ഹൃദയം ശുദ്ധിയായി, നിന്റെ ആത്മാവ് വൃത്തിയായി ഒരു ഉമ്മപെറ്റ കുഞ്ഞിന്റെ നിഷ്കളങ്കതയിലേക്ക്, നിഷ്കപടതയിലേക്ക് നീ മടങ്ങി വരുമേ. മുഹമ്മദ് മുസ്തഫ.